Good morning, everyone. Good morning. Good morning, Good ma'am. morning, ma'am. Good morning. Okay, how are you all? Fine, ma'am. Good, ma'am. Fine, ma'am. Going well, ma'am. Yeah. എന്താണ് മിസ്സിനെ പ്രതീക്ഷിച്ചിട്ട് ഒരു ടീച്ചർ വന്നപ്പോ ഇതാണ് മിസ് എന്നാണ് ഉദ്ദേശിച്ചത് എന്നോട് വിചാരിച്ചത് ആണോ? ഓക്കെ, നവ്യ മിസ് ലീവ് ആണ്. സോ ഇംഗ്ലീഷ് ക്ലാസ് ഇനി ഞാനാണ് എടുക്കുക. ഓക്കെ, സോ ഐ ആം അശ്വതി, യുവർ ഇംഗ്ലീഷ് ടീച്ചർ. ഓക്കെ, ക്ലിയർ? Okay, ma'am. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. എനിക്ക് നിങ്ങൾ അറിയില്ല അല്ലെ, നിങ്ങൾക്ക് എന്നെ അറിയില്ല. സോ ഫസ്റ്റ് സംസാരിച്ചാലോ? റെഡിയാണോ എല്ലാവരും? Yes, okay. എന്താണ് മിസ് ആയിരുന്നു വേണ്ടത്? ക്ലാസ് എങ്ങനെയാണ്? ആക്റ്റീവ് ആണോ എല്ലാവരും? യെസ്. നിങ്ങൾ സംസാരിക്കില്ലായോ? ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ? സംസാരിക്കും. ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ, ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, മറ്റു ക്ലാസ്സിൽ പോയല്ല ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. സോ വൺമ്യൂട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, Okay, ma'am. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എങ്ങനെ പോകുന്നെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എവിടെ വരെയാണ് മിസ് എവിടെ വരെ എടുത്തത്? ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടോ? ഞാൻ എവിടെ തുടങ്ങിയാ ഞാൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ? നിങ്ങൾ പറയൂ. പറയൂ മിസ്, എവിടെ വരെ എടുത്തേ? ടെൻസസ് കംപ്ലീറ്റ് ആയോ? എന്താണ് റെസ്പോണ്ട് ചെയ്യൂ. Miss, the last class was ended with reported speech. റിപ്പോർട്ട് സ്പീച്ചോ? Yes, reported speech. ഓക്കെ, ടെൻസസ് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? Almost. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം നവ്യ മിസ്സിന്റെയും എന്റെയും വേ ഓഫ് ടീച്ചിങ് ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ അത് ഫസ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ പെട്ടെന്ന് ഞാൻ ഇന്ന് ഇടയ്ക്ക് വെച്ച് കയറുമ്പോ നവ്യ മിസ് എടുക്കുന്ന പോലെയല്ലോ മിസ് എടുക്കുന്നേ എന്നൊരു ഇത് വരും. വേ ഓഫ് ടീച്ചിങ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാം. Okay, no problem, ma'am. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ ക്ലാസ്സില് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, 40+ സ്റ്റുഡൻസ് ഉണ്ട്. സോ മാക്സിമം ഇന്ററാക്ട് ചെയ്യുക, സംസാരിക്കുക. എന്തെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ നമുക്ക് അത് ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. ഓക്കെ, ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് വെച്ചിട്ട് ക്ലാസ് ഇരിക്കേണ്ട. അത് ക്ലിയർ ചെയ്തതിനു ശേഷം നമുക്ക് ഇ-കൊമേഴ്സ് എവിടെ വരെയാണ് എടുത്തതെന്ന് വെച്ചാൽ അവിടെ എത്താം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ആർക്കെങ്കിലും കാരണം ഒരാൾക്ക് പോയി നമുക്ക് ഡൗട്ട് ക്ലാസ്സിൽ ഇരിക്കണ്ട. ഇംഗ്ലീഷ് ആണ്, ഡൗട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്, അതെനിക്കറിയാം. ഓക്കെ, സോ എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാം, ഫ്രണ്ട്ലി ആയിട്ട് പോവാം നമുക്ക് ക്ലാസ്. ഓക്കെ ആണോ? നിങ്ങൾ സീരിയസ് ആയിട്ട് ഇരിക്കില്ലല്ലോ. എനിക്ക് സീരിയസ് ആയിട്ട് ഇംഗ്ലീഷ് ഇഷ്ടമല്ല. നമുക്ക് ഇങ്ങനെ സംസാരിച്ച് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാം. ഓക്കെ ആണോ? Okay, ma'am. Okay, ma'am. അപ്പൊ പറയൂ, ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്കത് ഫസ്റ്റ് സോൾവ് ചെയ്യാം. പറയൂ, നിങ്ങൾ എന്നെ പേടിക്കുന്നുണ്ട്. ഞാൻ പാവമാണ്. ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ക്ലാസ്സിൽ പോകും. ഞാൻ സ്വന്തമായിട്ട് പോയിരുന്നല്ല, എന്നാലും ഞാൻ പറയുന്നേ ഉള്ളൂ. ഓക്കെ, Okay, ma'am. ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്കത് ഫസ്റ്റ് സോൾവ് ചെയ്യാം. എന്താ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലും ഡൗട്ട് ഉണ്ടായതുകൊണ്ടാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ
പറയാൻ ബുദ്ധിമുട്ടായിട്ടാണോ അല്ലെങ്കിൽ ഇല്ലെങ്കിലാണ് ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് വിടാത്തത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? അതാണോ? അല്ലല്ല കുഴപ്പമൊന്നുമില്ല മാം, ഒന്നുമില്ല. സീരിയസ് ആണോ? നിങ്ങൾ എല്ലാ സ്റ്റുഡൻസും സീരിയസ് ആണോ? ക്ലാസ് എടുത്തോളൂ. ഇല്ല. പിന്നെ എന്താണ് സംസാരിക്കുന്നത്? നമ്മി മിസ് ഇന്ററാക്ട് ചെയ്യുമായിരുന്നോ? ജസ്റ്റ് ക്ലാസ് മാത്രം എടുക്കുമായിരുന്നോളോ? ഇല്ല, ഫസ്റ്റ് ക്ലാസ്സിൽ ഇന്ററാക്ഷൻ ഉണ്ടാവും. എന്നോട് സംസാരിക്കും. ഫസ്റ്റ് ക്ലാസ് അല്ലേ നമ്മുടെ? അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ക്ലാസ് എടുക്കണോ? എന്ത് വേണം? ഇതൊരു ഐഡിയ വേണം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തിന്റെ പോർഷൻസ് കവർ ചെയ്യണം എന്നൊക്കെ വേണം ക്ലാസ്സിലേക്ക് പോവാ. ഓക്കെ, ആ ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇത്രയും പറഞ്ഞു. നിങ്ങൾ കംഫർട്ടബിൾ ആണോ ക്ലാസ്സിൽ? ഓക്കെ മാം. നോ മാം. ഇത്രയും മാത്രമേ ആൻസറുള്ളൂ നിങ്ങളുടെ കയ്യില്. പറയൂ നിങ്ങൾ ഡൗട്ടുള്ള പോർഷൻ ഉണ്ടോ? ടെൻസസ് എല്ലാവരും ക്ലിയർ ആണോ? ഞാൻ എന്റെ മലയാളത്തിൽ ഒരു സെന്റൻസ് ചോദിച്ചാലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ടെൻസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Yes, ma'am. Right. ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ, ബാക്കി എല്ലാവർക്കും ഓക്കെ മാം. ഓപ്പൺ ആയിട്ട് പറയും. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് Try ചെയ്യാം ma'am. Try ചെയ്യാം. ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി 3 സ്റ്റുഡൻസ് ഉണ്ടായിട്ട് ആകെ 2-3 പേരാണ് സംസാരിക്കുന്നത്. ടെക്സ്റ്റ് ചെയ്യൂ. സംസാരിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾ റെസ്പോണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും അല്ലെ? ടെൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ആണ്? ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം മാം. Okay, try ചെയ്യാം. ട്രൈ ചെയ്യാം. ഓക്കെ മാം. ട്രൈ ചെയ്യും എല്ലാവരും. 40+ സ്റ്റുഡൻസ് ഉണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഒന്നുകൂടെ എടുത്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒരു മലയാളം വേണം. സിമ്പിൾ തരാം. അവര് ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു. അവർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. They were playing cricket in the ground. ഓക്കെ, എല്ലാവരും പറയും. ഞാൻ കറക്റ്റ് ആൻസർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സോ എല്ലാവർക്കും ചാൻസ് ഉണ്ട് പറയാം. അവർ They were playing cricket on the ground. അവർ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു. ഓക്കെ, പറയാൻ ഓക്കെ അതിര ടെക്സ്റ്റ് ചെയ്യൂട്ടോ. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. ടെക്സ്റ്റ് ചെയ്യണം എല്ലാവരും. എന്നാൽ മാത്രമേ Cricket on the ground. എന്താണ് സ്റ്റുഡൻസ് എണ്ണം കൂടുതലാണ്, പക്ഷെ വരുന്ന ആൻസേഴ്സ് വളരെ കുറവാണല്ലോ. Okay. Okay, I think there is confusion about auxiliaries and preposition. Okay, കുറച്ച് പേർക്ക് auxiliaries confusion ഉണ്ട്, preposition confusion ഉണ്ട്. Yes. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? കൺഫ്യൂഷൻ ആണല്ലോ. കുറച്ച് പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, പക്ഷേ preposition മിസ്റ്റേക്ക് വരുന്നുണ്ട്, ചിലടത്ത് auxiliaries മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഞാൻ അത് ക്ലിയർ ചെയ്തിട്ട് പോണോ? അത് ക്ലിയർ ചെയ്തിട്ട് പൊക്കോളും മാം. Clear ചെയ്തു മാം. ക്ലിയർ ചെയ്യാം. അടുത്തൊരു സെന്റൻസ് കൂടെ പറയാം, അതും കൂടെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ മാം. യെസ്. ഞാൻ 1 മണി മുതൽ കുക്കിംഗ് ചെയ്യുകയായിരുന്നു.
ഞാൻ 1 മണി മുതൽ കുക്കിംഗ് ചെയ്യാണ്. I have been cooking for since 1 p.m. Yeah. I was cooking. I was cooking since 1 I p.m. have been cooking since 1 p.m. ഞാൻ 1 മണി മുതൽ കുക്കിംഗ് ചെയ്യുകയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു മീനിങ് ആണ്. ഞാൻ 1 മണി മുതൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been cooking. Cooking. I have been cooking since I 1 have been cooking o'clock. 1 o'clock. ഓക്കെ, എല്ലാവരും ആൻസർ പറയൂ. I have been cooking for since 1 p.m. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യൂ, കുറച്ചുപേർക്ക് ടെക്സ്റ്റ് ചെയ്യൂ. ക്ലാസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, സോ ടെക്സ്റ്റ് ചെയ്യൂ. ആൻസർ ചെയ്യേണ്ടത് മസ്റ്റ് ആണ്. പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നുമില്ലല്ലോ, ഡൗട്ട് ആണോ? Next. I have been cooking since 1 p.m. Okay, so ഇതില് yeah, I have been cooking before 1 p.m. Okay, I have been cooking at 1 p.m. I have been cooking for since 1 p.m. I have been cooking for since 1 p.m. I have been cooking since 1 p.m. Okay, അപ്പോൾ നിങ്ങൾ ഇപ്പോ 3 സ്റ്റുഡൻസ് ഉണ്ട്. ഇതില് ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്, ക്വാളിഫിക്കേഷൻ കുറഞ്ഞവരുണ്ട്, ഗ്യാപ്പ് വന്നവരുണ്ട്. സോ അവർക്കൊന്നും ചിലപ്പോ കുറച്ചുകൂടി മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ പറഞ്ഞാൽ മാത്രം എനിക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ ഇവര് ആൻസർ പറയുമ്പോ എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ, അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് നേരിട്ട് പറയാം. ഞാൻ അത് ആ രീതിയിൽ ക്ലാസ് എടുക്കാം. ഓക്കെ, ഓപ്പൺ ആയിട്ടൊന്ന് പറയൂ. ആരെങ്കിലും നിങ്ങൾ കുറച്ചുപേര് മിണ്ടാതിരിക്കുന്നവര് എനിക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ അതില്ലാന്ന് പറയൂ. കാരണം ഗ്യാപ്പ് വന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ചില എല്ലാവരും സംസാരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കരുത്. മനസ്സിലാവാഞ്ഞിട്ടാണ്. ആ മനസ്സിലാവുന്നില്ലെങ്കിൽ അത് നേരിട്ട് പറയുകയാണെങ്കിൽ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൂടെ ക്ലിയർ ആവുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു സംസാരിക്കാൻ പറ്റും, ആൻസർ പറയാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ സ്റ്റുഡൻസിനും നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്കോ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ഏത് ക്ലാസ്സിലും ഈ 2 ടൈപ്പ് സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ആണോ? അങ്ങനെയാണോ? മനസ്സിലാവാത്തവരുണ്ടോ? മാം ചില ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എക്സാം ആയ കാരണം. ആ ഭാഗങ്ങളൊക്കെ ഡൗട്ട് ഉണ്ട്. ആണ്. അപ്പൊ ഡൗട്ടുള്ള പോർഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ക്ലാസ് എടുത്ത് തരാം. ഏതാണ്, ഏത് പോർഷൻ ആണ്? എക്സാമിന് മുന്നെടുത്തിരുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. എക്സാമിന് തൊട്ട് മുന്നത്തെ ക്ലാസ് പോർഷൻ എന്ന് പറയാവോ? ഏതാണ്? ടെൻസ് ഉണ്ട്, പ്രപ്പോസിഷൻ ഉണ്ട്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള്. ഏതാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? പൊസിഷൻ ഒന്ന് എക്സ്പ്ലെയിൻ കുറച്ച് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. പൊസിഷൻ ഇനി ഏതാണ്? പറയൂ, ഒരു ഓപ്പണായിട്ട് സംസാരിക്കൂ. Preposition ഒന്ന് പറയാൻ പറ്റുമോ മാം? ഓക്കെ, അപ്പൊ എന്തുണ്ടെങ്കിലും ഇതുപോലെ ചോദിക്കാം. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി നോക്കണല്ലോ നിങ്ങൾക്ക് പറയാം. അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, പറയൂ ആദ്യ. പ്രിപ്പോസിഷൻ പറയൂ മാം. ഗ്രൗണ്ട് പറഞ്ഞില്ലേ, ഗ്രൗണ്ടിന്റെ പ്രിപ്പോസിഷൻ ഓൺ ആണോ ഇന്നാണോ? ഓണാണ്, ഇന്നല്ലാണ്ടോ ഓണാണ്. അത് ഞാൻ പറഞ്ഞ പ്രപ്പോസിഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞതാ. അറ്റ് കുറച്ച് പേര് ടൈമിന്റെ മുന്നിൽ അറ്റ് ആഡ് ചെയ്തു. അറ്റ് ടൈമിന്റെ മുന്നിൽ ആഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ സെന്റൻസിന് അറ്റ് അല്ല വേണ്ടത്, സിൻസ് ആണ്.
അപ്പൊ നിങ്ങൾ പ്രപ്പോസിഷനെ കുറിച്ച് ഡൗട്ട് ഉണ്ട്, അത് എനിക്ക് മനസ്സിലായി. അത് നിങ്ങൾ പറയണം. നിങ്ങൾ പറയുന്നില്ലെങ്കിൽ എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ പറയണ്ടേ. അപ്പൊ പ്രപ്പോസിഷൻ ഞാൻ എടുത്തരാം. പിന്നെ കുറച്ച് പേർക്ക് ടെൻസ് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, കുറച്ച് പേര് they were playing പറഞ്ഞു, കുറച്ച് പേര് they are playing പറഞ്ഞു. അപ്പോ വേറും ആറും ഏത് ടെൻസിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് ടെൻസ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് പോകും. ഓക്കെ, നിങ്ങൾ ഓക്കെ ആണോ? അപ്പൊ പ്രപ്പോസിഷൻ ഓക്കെയാണ് മാം. ഓക്കെ, എല്ലാവരും കംഫർട്ടബിൾ ആണോ? ഇപ്പൊ ടെൻസ് അറിയാവുന്ന ഒരു ക്ലാസ് ഉണ്ടാവും കേട്ടോ, അവരും കൂടെ ഓക്കെ ആണല്ലോ. പറഞ്ഞാൽ പോരെ എന്നോട്, നിങ്ങൾക്ക് ഇങ്ങനെ പറയാട്ടോ, എന്തുണ്ടെങ്കിലും പറയാം, ഞാൻ ഒന്നും പറയില്ല, നിങ്ങൾക്ക് പഠിപ്പിച്ചു. ഓക്കെ, കാരണം ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷ് അറിയാലോ എല്ലാവർക്കും. കുറച്ച് ടഫല്ല, നമുക്ക് മടി തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ, ബോറടിക്കും, പെട്ടെന്ന് ബോറടിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അറിയാത്തോണ്ടാണ് അത്, മനസ്സിലാക്കാൻ പറ്റാത്തോണ്ടാണ് അങ്ങനെ ഒരു ബോറടി ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ബോറടി ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ എന്താണ് സംസാരിക്കുക, പരസ്പരം ഇന്ററാക്ട് ചെയ്യുക, കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം, അതിന്റെ ക്ലാസ് എടുക്കുക. ഓക്കെ, അല്ലാതെ ഫുൾ ടൈം നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കായാലും ബോറടിക്കും. ശരിയാണോ? ബോറടിക്കോ? ശരിയാണ്. ഞാനും നിങ്ങൾക്ക് ഒന്നും തന്നെയല്ലേ, ഞാൻ പഠിച്ച രീതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് ബോറടിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ, ഭയങ്കര ബോറിംഗ് ആണ് ഇംഗ്ലീഷ്. ഉറക്കം വരില്ല, മതിയായി പഠിച്ച് തന്നെ ഭയങ്കര ബോറിംഗ് ആണ്, ഒന്നും മനസ്സിലാവുമില്ല, കുറെ പഠിക്കാനും ഉണ്ട് അല്ലെ, ഇത് ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പൊ നിങ്ങൾക്ക് പറയാനോട് മിസ്റ്റർ ബോറിംഗ് ആണ് എന്ന് പറയാലോ, അതേ ഉള്ളൂ. ഓക്കെ, നമ്മളെ എല്ലാവരും ഈക്വൽ ആണ്. ഞാൻ നിങ്ങളെ പോലൊക്കെ തന്നെയാണ് അല്ലെ, എനിക്ക് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിൽ നിന്ന് എന്താണ് ബുദ്ധിമുട്ട്, എന്താണ്? ആർക്കും സംസാരിക്കാൻ അറിയില്ല കേട്ടോ, അതെനിക്കറിയാം. അത് എല്ലാവരും പറയുന്ന ഒരു റീസൺ ആണ്. എനിക്ക് കേട്ടാൻ മനസ്സിലാവും, കുറച്ചൊക്കെ എഴുതാൻ അറിയാം, പക്ഷെ സംസാരിക്കില്ല അല്ലെ. അങ്ങനെ പ്രോബ്ലം ഉള്ളവർ ക്ലാസ്സിൽ മോസ്റ്റ്ലി അങ്ങനെ പ്രോബ്ലം ഉള്ളവരാണ് അല്ലെ. ഞാൻ സംസാരിക്കുന്നതിന് ശരിയാണ്. ഫസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ബോറടിക്കുന്നുണ്ടോ? കുഴപ്പമില്ല. ക്ലാസ് എടുത്തോളൂ. എന്തോ ബോറടിക്കുന്നില്ല മാം, ക്ലാസ് എടുത്തോളൂ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും പറയണോ? സംസാരം കൂടിയാലും പറയണം. കുറച്ച് സംസാരം കുറച്ച് കൂടുതലാണ്, അപ്പൊ അങ്ങനെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. സംസാരിച്ചാൽ എന്തായാലും ബോറിങ് മാറും. അങ്ങനെ പോകാം നമുക്ക്. അല്ലെങ്കിൽ എനിക്കും ബോറടിക്കും, നിനക്കും ബോറടിക്കും അല്ലെ. പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആർക്കാലും ബോറടിക്കും, പഠിക്കണം നിങ്ങൾക്കും ബോറടിക്കും അല്ലെ. കുറച്ചൊക്കെ ഇഷ്ടമാവില്ല, അത് ഉണ്ടെങ്കിൽ പറയണോട്ടത്. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവും. അപ്പൊ നിങ്ങൾ സംസാരിക്കണം, ഞാൻ മാത്രം ഇങ്ങനെ ഉള്ളവളാന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ സംസാരിക്കണ്ടേ? നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് പോവാം, ടീച്ചറായിട്ട് കാണണ്ട, മിസ്സായിട്ടേ കാണണ്ട. ആ ഫ്രണ്ടിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മളൊരു കംപ്ലീറ്റ് സ്റ്റഡിക്ക് വന്നാന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ ആണോ? എന്തോ മാമിന്റെ പേരൊന്നുകൂടെ പറഞ്ഞു. അശ്വതി നടത്തി. ഓക്കെ, അപ്പൊ കമ്പൈൻഡ് സ്റ്റഡി ആണ്. ഇതുവരെ ഗ്രാമർ ക്ലാസ്സിനോ കയറാത്ത ഞാൻ. ഓ വെരി ഗുഡ്. ആരുടെ പേര് ഷെറി. ഓക്കെ, വെരി ഗുഡ്. ഇതാണോ ഈ ഗ്രാമർ ക്ലാസ്? ഞാനായിരിക്കും ഇംഗ്ലീഷ് ക്ലാസ് എടുത്താൽ ഞാനായിരിക്കും. അപ്പൊ ആരും കയറാറില്ല ഈ ക്ലാസ്സിൽ. ഫസ്റ്റ് ടൈമോ? എന്താണത്? അപ്പൊ ഇത്രയും ദിവസത്തെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല? ഇതുവരെ ക്ലാസ് കയറിയിട്ടില്ല. കൂടുതൽ പേരും കയറാത്തവരാണല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ എടുക്കേണ്ടി വരുമോ? നിങ്ങൾ എന്താ പറയുക? ഫസ്റ്റ് ഡേ ക്ലാസ് എടുക്കണോ? എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ തരും. മാം ഫസ്റ്റ് ടൈം ആണ് ഈ ഗ്രാമർ ക്ലാസ്സിന് കയറുന്നത്. കാരണം ഇതുവരെയും കയറിയിട്ടില്ല. പേഴ്സണലി എനിക്ക് പിന്നെ ബോറിംഗ് ആയിരുന്നു, പറയുന്നതൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതും അല്ലായിരുന്നു. അതുകൊണ്ടാണ്. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയത്തില്ല പേഴ്സണലി. എനിക്കും അങ്ങനെ തന്നെയാണ് മിസ്. പറയാമോ? ഒരാള് പറയാം, എല്ലാവരോടും പറയുമ്പോ ക്ലിയർ ആയിട്ട്. ഗ്രാമർ വരുമ്പോ പ്രശ്നമാണ് മനസ്സിലാവില്ല. അത് പറയാനുണ്ടോ? ഗ്രാമർ തന്നെ പ്രശ്നമല്ലേ? അത് പക്ഷെ നമ്മൾ പഠിച്ചെടുക്കും.
പഠിക്കണം. ആ സമയത്ത് ബോറിംഗ് ആയിരിക്കും, അപ്പൊ ക്ലാസ് ലെഫ്റ്റ് ആവും. അത് സ്വാഭാവികമാണ്. ഗ്രാമർ എടുക്കുമ്പോൾ ബോറിംഗ് ആയിരിക്കും. ബോറിംഗ് മാറ്റാനാണെങ്കിൽ നമുക്ക് കുറച്ചിങ്ങനെ വർത്തമാനം പറയാം. ഇങ്ങനെ ഭാഗങ്ങളൊന്നും സംസാരിച്ചാൽ കുഴപ്പമില്ല. ഓക്കെയാണ്. നമ്മള് പഠിക്കുന്ന സമയത്ത് ഒക്കെ പഠിച്ചിട്ടാണ് പാർട്സ് ഓഫ് സ്പീച്ച് അങ്ങനെയുള്ളതൊക്കെ കുഴപ്പമില്ല. ലാസ്റ്റ് ഭാഗത്തേക്കും ഭയങ്കര ബോറിംഗ് ആണ്. പിന്നെ മിസ് വേറെ ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും. ഭയങ്കര ബോറടിയായിരുന്നു. ഇതേപോലെ എന്റെ ക്ലാസ് ബോറിംഗ് ആണെങ്കിൽ പറയണം കേട്ടോ. മിസ് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച ബോറാവത്തില്ല. ചേർന്നത് ഇങ്ങനെയൊക്കെ പറയും. ക്ലാസ് ബോറിംഗ് ആണെങ്കിൽ ഇതുപോലെ പറയും. എന്റെ ക്ലാസ് ബോറിംഗ് ആണെങ്കിൽ അപ്പൊ പറയും മിസ് ഭയങ്കര ബോറിംഗ് ആണ് മിസ് എന്ന് പറഞ്ഞത്. അത് ഇല്ല മിസ് ഒന്നും അറിയാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്ര നാളും അത് ബോറിംഗ് ആയിട്ട് തോന്നിയത്. അതിന് ഗ്രാമർ അത് മിസ് എടുക്കുന്നതും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ്. അപ്പൊ അത് ക്ലാസ് അറ്റൻഡ് ചെയ്യാറില്ല. ഇന്ന് ഞാൻ ജോയിൻ ചെയ്തപ്പോഴാണ് മിസ്സിന്റെ ക്ലാസ് കണ്ടത്. ഞാൻ പിന്നെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. എന്നിട്ടൊന്നും വേണോ? ഇഷ്ടപ്പെട്ട കയറാൻ വേണ്ടി വേണ്ട അല്ലെ? ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. സത്യത്തിലൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ എടുക്കുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ അതാദ്യം തന്നെ എന്നോട് പറയണം. പക്ഷേ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ട്രാക്ക് പിടിക്കുന്നതായിരിക്കും. ഓക്കെ ആണോ? ഓക്കെയാണ്. ചേച്ചി വന്നപ്പോ ആരും സംസാരിച്ചു എല്ലാവരും കംഫർട്ടബിൾ ആണ്. ഞാനും പേടിച്ചു സംസാരിക്കുന്നത് കുറച്ച് സ്റ്റുഡൻസ് ആണോ എന്ന് വിചാരിച്ചു. അതെന്താ വെച്ചാൽ കുറച്ച് പേർക്ക് എന്തെങ്കിലും അറിയായിരിക്കും, അപ്പൊ അവര് പറയുന്നത് മാത്രം ആൻസർ ചെയ്ത്, അപ്പൊ ബാക്കിയുള്ള അറിയാത്തവരും ഇല്ലാതിരിക്കും. അപ്പൊ പിന്നെ നമുക്കത് ബോറടിക്കും, നമ്മൾ അതിന്ന് ലെഫ്റ്റ് അടിച്ചു പോകും. ഇതായിരുന്നു എന്റെ അവസ്ഥ. അല്ല ഞാൻ പറഞ്ഞല്ലോ ഗ്യാപ്പ് ഉള്ളവരുണ്ട്, അതെല്ലാ ക്ലാസ്സിലും ഗ്യാപ്പ് ഉള്ളവരുണ്ട്. പക്ഷെ ഇവരും ഉണ്ടാവിരിക്കും. ഓക്കെ, അപ്പൊ അറിയാവുന്നവര് സംസാരിക്കും. ഓക്കെ, അവർ ആൻസർ പറയുമ്പോൾ മിസ് വിചാരിക്കും ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. പക്ഷെ ഈ അറിയാത്തവര് പറയണം മിസ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയണം. ഓക്കെ, അതിപ്പോ ആരുടെ ക്ലാസ്സിലായാലും നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കണം കേട്ടോ. എല്ലാവരും അങ്ങനെ വിചാരിക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മിസ് പറയുന്ന പോലെ പറയാനായിട്ട് നമുക്കൊരു ഇത് കിട്ടണ്ടേ. അപ്പൊ ഓക്കെ, മിസ് ക്ലാസ് എടുത്തോളൂ. അപ്പൊ സമാധാനമായിരുന്നേക്കാം. അതെ. പോകുമ്പോഴും കണ്ടാ മതി. ഓക്കെ, പിന്നെന്തെങ്കിലും അപ്പൊ കുറച്ച് വർത്താനം പറഞ്ഞാൽ ഒന്നിന്റെ ക്ലാസ്സിലേക്ക് പോയാൽ മതിയോ? നിങ്ങളുടെ എല്ലാ ഇതും പറയും എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്. അപ്പൊ എനിക്ക് ആ രീതിയിലുള്ള ക്ലാസ് എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അല്ലാതെ വെറുതെ ഇരുന്ന് സംസാരിക്കുന്നല്ല കേട്ടോ. നിങ്ങളെങ്കിലും കുറച്ച് സംസാരിച്ച് നിങ്ങൾ കംഫർട്ടബിൾ ആക്കിയാൽ മാത്രമേ നിങ്ങളുടെ മനസ്സ് തുറക്കുള്ളൂ അല്ലെ? അല്ലാണ്ട് പെട്ടെന്ന് ഒരാൾ വന്ന് നിങ്ങൾ പറയൂ ബുദ്ധിമുട്ട് പറയൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരംഭിക്കില്ല. ഇപ്പൊ കംഫർട്ടബിൾ ആയത് കൊണ്ട് കുറച്ച് പേരൊക്കെ സംസാരിച്ചു തുടങ്ങി. ഇനി കുറച്ച് പേര് കൂടെ ഉണ്ട് സംസാരിക്കും. കുറച്ച് പേർക്ക് ലെഫ്റ്റ് ആയി പോയി, എന്താണെന്ന് അറിയില്ല. കുറച്ചൊക്കെ പോയി. അതായത് ഇംഗ്ലീഷ് ക്ലാസ്സിൽ സ്വാഭാവികമാണ്. ലെഫ്റ്റ് ആകുന്നത് ഇംഗ്ലീഷ് ക്ലാസ്സിൽ സ്വാഭാവികമാണ്. എന്ന വിഷയമല്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തതാണ്. അവരെ കുറ്റപ്പെട്ട കാര്യമാണ്. ഇംഗ്ലീഷ് എടുക്കുന്ന ക്ലാസ് ആണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് എക്സാം എഴുതിയതാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എക്സാമിന് വേണ്ടി ഒരിക്കലും ഇംഗ്ലീഷ് പഠിപ്പിക്കുക. ഇത്രയും വർഷം നമ്മൾ എക്സാമിന് വേണ്ടിയാണ് പഠിച്ചത്. ഇനി എങ്കിലും എക്സാമിന് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കുന്നത് നമുക്ക് വേണ്ടി പഠിക്കണം. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊരാഗ്രഹത്തോടെ ഇംഗ്ലീഷ് പഠിക്കും. ഓക്കെ, +2 വരെയും നമ്മൾ +2 കൊണ്ട് ഇംഗ്ലീഷ് ഡിഗ്രിക്ക് സബ്ജക്റ്റ് ആക്കി എടുത്തവര് വരെയും ഇംഗ്ലീഷ് പഠിച്ചത് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ്. ഇങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവണം, ഒരു ഡിഗ്രി വേണം, ഒരു സർട്ടിഫിക്കറ്റ് വേണം എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും മിസ്റ്റേക്ക് ഗ്രാമർ അറിയില്ല എന്ന് പറയുന്നത്. അന്ന് പഠിച്ചത് എക്സാമിന് വേണ്ടി, പക്ഷെ ഇനിയെങ്കിലും നമുക്ക് വേണ്ടി പഠിക്കണം. ഞാനും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് എത്രയും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷെ ഇംഗ്ലീഷിന് മാർക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോ ഇനി അത് ഓപ്പൺ ആയിട്ട് പറയാം. ആത്മാർത്ഥമായിട്ട് പഠിക്കാം, നിങ്ങൾക്ക് വേണ്ടി പഠിക്കാം. ഉപദേശിക്കാൻ എളുപ്പമാണെന്ന് ചിന്തിക്കരുത്. ഉപദേശിക്കുന്ന ഇടക്കിടക്ക് നല്ലതാണ്, കുറച്ചെങ്കിലും തല കയറട്ടെ. കാരണം ഈ മടി എന്ന് പറയുന്ന സാധനം നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് വിഷയം. മിസ്, ഇംഗ്ലീഷ് വായിക്കാനും മീനിങ്ങും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്റെ പേഴ്സണലി ആണ് പറയുന്നത്. പക്ഷെ നമ്മളൊരാള് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി പറയാൻ കിട്ടുന്നില്ല ഇംഗ്ലീഷില്. അതാണ് മെയിൻ പ്രശ്നം. അത് അതിനൊരു ഉത്തരം എന്താ വെച്ചാല്, ഗ്രാമർ പഠിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല കേട്ടോ. മറുപടി പറഞ്ഞെങ്കിൽ നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് പറയുന്ന സാധനം ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോ നിങ്ങൾ എത്ര ഗ്രാമർ അറിയാന്ന് പറഞ്ഞാലും എങ്ങനെ എന്തൊക്കെ അറിയാം, ഇംഗ്ലീഷിൽ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ പോലും പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരാളോട് ഫേസ് ടു ഫേസ് സംസാരിക്കാൻ പറ്റും. അത് ഗ്യാരണ്ടി ആണ്. പ്രാക്ടീസ് ചെയ്യണം. ഈ ഷൈനെസ്സും ഒക്കെ മാറണം.
അതെ മിസ് അതെ എനിക്ക് ഗ്രാമർ ഒക്കെ ഓക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ നോക്കുമ്പോ എനിക്ക് ഓക്കെ കിട്ടും. പക്ഷെ നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോ അതാണോ ഗ്രാമർ, അതാണോ അവിടെ ഇരുന്നത്, അല്ലെങ്കിൽ ഇതാണോ, അങ്ങനെ ഒരു ഡൗട്ട് വരും. അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ്. കമ്മ്യൂണിക്കേറ്റ് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും, ഭയങ്കര ഫ്ലുവൻസി ഇല്ലെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ നവ്യ മിസ്സിന്റെ ക്ലാസ് ഭയങ്കര മോശമാണെന്ന് അഭിപ്രായം എനിക്കില്ല കേട്ടാ. ഫസ്റ്റ് ഒക്കെ നല്ല ക്ലാസ് ആയിരുന്നു, പിന്നെ ലാസ്റ്റ് വന്നപ്പോ ഞാൻ കേറിയിട്ടില്ല ക്ലാസ്സിൽ. അതായിരുന്നു എനിക്ക് ലാസ്റ്റത്തെ ക്ലാസ് ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ കുഴപ്പമില്ല, നല്ല മിസ്സായിരുന്നു കേട്ടോ. അല്ല, എല്ലാവരും അങ്ങനെ പറയുമ്പോഴേ ഇനി മിസ്സിന് ഒരു വിഷമം വരുതല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. മനസ്സിലായി. അത് നിങ്ങളുടെ ഭാഗത്തും കുറച്ച് തെറ്റുണ്ട്. ഇതേപോലെ സംസാരിച്ച മിസ് നല്ല ക്ലാസ് എന്താ മിണ്ടാതെ? മിസ് ആദ്യത്തെ ക്ലാസ് ഒക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇല്ല, പിന്നെ miss ലാസ്റ്റ് ഇപ്പോഴും ആകുമ്പോഴേക്കും ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകും. പറയൂ, ഞാൻ അറിയുന്നത് കേൾക്കും, റെസ്പോണ്ട് ചെയ്യും. രണ്ടുപേരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. രണ്ടുപേരും ഒരുമിച്ചാണ് അവനത് മനസ്സിലാവും. മിസ് നവ്യ മിസ്സിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഗ്രാമറിനോടാണ് കുറച്ച് പ്രശ്നം തോന്നിയത്. നവ്യ മിസ്സിന് പ്രശ്നമൊന്നുമില്ല, മിസ്സിനോടുള്ള ഒരു കംപ്ലൈന്റ് ഇല്ല. ഗ്രാമർ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത്രയുള്ള പ്രശ്നം. ഗ്രാമർ അല്ലെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ടാണ് പഠിക്കാം, പക്ഷെ സിമ്പിൾ ആണ് കേട്ടോ. പഠിച്ചതിന്റെ രസമാണ്. ഇൻട്രസ്റ്റ് ആയിട്ടിരുന്നാ മതി. ക്ലാസ് എടുക്കുമ്പോ കുറച്ച് ഞാനിപ്പോ ക്ലാസ് എടുക്കാന്ന് വിചാരിച്ചോളൂ. മനസ്സിലാവുന്നില്ലെങ്കിൽ അവർക്ക് സ്കൂട്ടിൽ പറയണം, മിസ് മനസ്സിലാവുന്നില്ല കേട്ടോ എന്ന് പറയണം. എല്ലാവരും കൂടി പറയണം. ഇപ്പൊ ആര് പറഞ്ഞാലും എനിക്ക് വിഷമാവുമെന്ന് വിചാരിച്ചിരിക്കണ്ട. എനിക്ക് അങ്ങനെ പെട്ടെന്ന് വിഷമമൊന്നും ആവില്ല. ഓക്കെ, അത് മനസ്സിലാവാത്തുണ്ടല്ലേ, അതങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് തന്നെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയും. അപ്പൊ മാക്സിമം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കും, ട്രൈ ചെയ്യും ഞാൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ കംഫർട്ടബിൾ ആണ്, ഞാൻ കംഫർട്ടബിൾ ആണ്. ഓക്കെ മിസ് നോട്ട്സ് എല്ലാരും കറക്റ്റ് ആയിട്ട് തന്നിരുന്നോ? നോട്ട്സ് മുഴുവനും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. മിസ് പറയുമ്പോൾ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് എഴുതിയെടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിലൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ, ഉണ്ടാവാറുണ്ട്. ഉണ്ടാവാറുണ്ട്, ഇതിലും കുറച്ചും കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു ചില ടൈമില്. അല്ലല്ല, ഏതോ ഒരു പുതിയ മിസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പോയതാ. ഓക്കെ, അപ്പോ പ്രപ്പോസിഷൻ ആണ് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് പ്രപ്പോസിഷൻ നോക്കാം. പ്രപ്പോസിഷനിൽ എനിക്ക് നോട്ടൊന്നുമില്ല കേട്ടോ, അപ്ലോഡ് ചെയ്യാനുള്ള നോട്ടൊന്നുമില്ല. അത് നിങ്ങൾ എഴുതിയെടുക്കുന്നതാണ് കുറച്ച് ബെറ്റർ. ശ്രദ്ധിച്ചിരിക്കാം. സ്പീഡ് കുറച്ച് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ സ്പീഡ് കുറച്ച് പയ്യൊക്കെ പറയുള്ളൂ. അപ്പൊ പ്രപ്പോസിഷൻ നിങ്ങൾ എഴുതിയെടുക്കണം, അത് മസ്റ്റാണ്. അതില് ഫസ്റ്റ് പ്രപ്പോസിഷൻ നിങ്ങൾക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉള്ളത് വേറൊരു കാര്യം. ഞാൻ കുറച്ചൊക്കെ പ്രപ്പോസിഷൻ ഞാൻ പഠിപ്പിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ള പ്രപ്പോസിഷൻ ഉണ്ടെങ്കിൽ, മിസ് ഈ പ്രപ്പോസിഷൻ എനിക്ക് അറിയില്ല മിസ് എന്ന് പറഞ്ഞാല് അതും കൂടെ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇൻ, ഓൺ, അറ്റ്. അത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയോ, അത് ഔട്ടാണ്. അത് മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു. ഇൻ, ഓൺ, അറ്റ്. ഇനി ഏതാ വേണ്ടത്? സിൻസ് വേണം. സിൻസ് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഡ്യൂറിങ് പറഞ്ഞുതരാം. പിന്നെ എഗോ പറയോ? എഗോ എന്തോ എഗോ എഗോ ഏതാണ്? എഗോ എഗോ. യാ, എഗോ. അതേപോലെ കുറച്ച് പറയൂ, ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. കുറച്ച് പറഞ്ഞേ കേക്കട്ടെ. ഓൺ, അറ്റ്, ഇന്നോൺ അറ്റ് ഞാൻ പറയാം, അത് കുഴപ്പമില്ല. എബവ്, അണ്ടർ, അണ്ടർ, എഗോ, എബവ്, ഓവർ പറയോ? ഓവർ ഓറോ, ഓവർ ഓവർ ഓവർ, ഓവർ. എബൌട്ട് ആണോ എബവ് ആണോ? വിത്ത്, ഞാൻ പറയുന്നത് വിത്ത്. നെക്സ്റ്റ് ഇഫ്. ഇഫ്. ഇഫ് എങ്കിൽ. ഇഫ് എന്ന് പറയുന്നൊരു പ്രൊപ്പോസിഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എബൌട്ട്, എബവ് എന്ന് പറഞ്ഞു. അത് ഏതാണ്? എബൌട്ട് ആണോ എബവ് ആണോ? എബവ്, എബിഒവി. എബവ്.
മുകളിൽ എന്നൊരു മീനിങ് ആണ് above. ഓക്കെ, അപ്പൊ ഇത്രയ്ക്കുള്ളോ? Under a Across. word then Across. across. Yes, across. Then തപ്പെടുക്കുകയാണ്. എന്തൊക്കെയാണോ ഏതൊക്കെ പ്രപ്പോസിഷൻ വേണം അവരെല്ലാം ഇംഗ്ലീഷ് കണ്ടുപിടിച്ച് പറയണമെന്ന് തീരുമാനമാണ് അല്ലെ? അടുത്തത് പോരട്ടെ. കഴിഞ്ഞോ? ഓൾമോസ്റ്റ്. ഓക്കെ, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അറിയാം, ഇനി എന്തൊക്കെയുണ്ടെങ്കിൽ പറയാം. അതിന്റെ യൂസേജിലുള്ള ഒരു ഇതാണ്. പറയാം. ഓക്കെ, മാം ഇൻ ഫ്രണ്ട് ഓഫ് ആൻഡ് ബിഹൈൻഡ്. ബിഹൈൻഡ്. ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഫ്രണ്ട് ഓഫ് പിന്നീട് in front of behind. Okay, തൽക്കാലം ഇത്രയും മതി. കുറച്ച് ക്ലാസ്സിലൊക്കെ ഉള്ളത് ഉണ്ട്, പെട്ടെന്നൊന്നും തീരില്ല. ഓക്കെ, ചിലർക്ക് സിമ്പിൾ ആണ്, പെട്ടെന്നൊക്കെ തീർക്കാം. ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടോ? നോട്ട്ബുക്ക് എപ്പോഴും കയ്യിൽ വേണം, മിക്സ് ചെയ്യരുത്. കാരണം കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നോട്ട്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റണം. ആ രീതിയിൽ വേണം നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, മനസ്സിലാവുന്ന രീതിയിലായാലും നോട്ട് ചെയ്തത്. ഞാൻ പറയുന്ന രീതി ചിലപ്പോൾ മനസ്സിലാവില്ല, നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ വേണം നോട്ട് ചെയ്തത്. അപ്പോ ഫസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ എവിടേക്ക് യൂസ് ചെയ്യാം? അറിയാവുന്ന പോലെ പറയും. മന്ത് പറയുമ്പോ, സിറ്റിയുടെ പേര് പറയുമ്പോ, ക്ലാസ് റൂമിനുള്ളില് ഉള്ളിൽ എന്ന് പറയുമ്പോ ഉള്ളിൽ, ഇൻ ദ റൂം, ഉള്ളില് പറയും. എൻക്ലോസ്ഡ് ഏരിയ. ഓക്കെ, ഇത് കാര്യം ചെയ്യൂ. പോയിന്റ് വൈസ് ആയിട്ട് എഴുതും. ഹെഡിങ് കൊടുക്കുക, പ്രൊപ്പോസിഷൻ ഇൻ. മെയിൻ ഹെഡിങ് പ്രൊപ്പോസിഷൻ കൊടുക്കുക, സ്മോൾ ഹെഡിങ് ഇൻ കൊടുക്കുക. അപ്പൊ ഇൻ എവിടേക്കാ വരാ? നമ്മൾ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം. പോയിന്റ് ആയിട്ട് എഴുതാം. കാരണം ആ പോയിന്റ് കണ്ടതൊക്കെ മനസ്സിലാവണം. ഓക്കെ, ഇവിടേക്ക് നമ്മൾ ഇന്നെ യൂസ് ചെയ്യും എന്ന് ആ പോയിന്റ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റണം. ഇന്ന് നമ്മള് കൺട്രീസ്, വില്ലേജ്, സിറ്റീസ് ഒക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, കൺട്രീസ്, വില്ലേജ്, സിറ്റീസ് ഇവിടേക്കാണ് ഇന്ന് യൂസ് ചെയ്യാം. സീസൺ പറയാൻ യൂസ് ചെയ്യും. സീസൺ എന്തൊക്കെയാണ്? വിന്റർ, ഓട്ടം, സമ്മർ. ഓക്കെ, സീസൺ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻ. ഓക്കെ, അപ്പൊ സീസൺ, മന്ത്, വീക്ക്, ഇയർ. Countries, village, cities, season, month, week, weeks, years. ഡേറ്റ് വരുമ്പോ ഓണാണ് മിസ്. Yes, date വരുമ്പോ on. Okay, ഇനി മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. In the morning, in the afternoon, in the evening. ഇതൊക്കെയല്ലേ നമ്മൾ പറയാ. അപ്പൊ അവിടെ ഇൻ ആണ് ആഡ് ചെയ്യേണ്ടത്. In the morning, in the afternoon, in the evening. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഏതെങ്കിലും മതി. ഇൻ ആണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോലെ ഉള്ളിൽ എന്തിനെങ്കിലും ഒരു ഉള്ളിലായിരിക്കണമല്ലോ. അപ്പൊ അടഞ്ഞ എന്തെങ്കിലും ഒരു ഇത് എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറയും. എൻക്ലോസ്ഡ് സ്പേസ് ഒരു അടഞ്ഞൊരു ചെറിയ പോർഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറയുന്ന സെന്റൻസിന്റെ മീനിങ് അങ്ങനെയാ വരാം. എൻക്ലോസ്ഡ് സ്പേസ്, എൻക്ലോസ്ഡ് സ്പേസ്. എൻക്ലോസ്ഡ് സ്പേസിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്മോൾ വെഹിക്കിൾ, ചെറിയ ചെറിയ വാഹനങ്ങൾ, ചെറിയ സ്പേസ് ഉള്ള ചെറിയ വെഹിക്കിൾസിൽ നമ്മള് ഇൻ പ്രപ്പോസിഷൻ ആണ് ആഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് ചെറിയ വാഹനങ്ങൾ, നമുക്ക് നടക്കാനോ നിൽക്കാനോ പറ്റാത്ത ചെറിയ ചെറിയ വെഹിക്കിൾസ് ഉണ്ടല്ലോ, ആ വെഹിക്കിൾസിന് മുന്നിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്, എൻക്ലോസ്ഡ് സ്പേസ്, സീസൺ, മന്ത്, ഇയർ, വീക്സ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, സ്മോൾ വെഹിക്കിൾസ് വിത്ത് കൺഫൈൻഡ് സ്പേസ്.
സ്മോൾ വെഹിക്കിൾസിന് എഴുതിയാലും മതി. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതുക. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് ഞാനിപ്പോ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷന് വേണ്ടി പറഞ്ഞത്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്തോ? കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. യെസ് മാം. ഓക്കെ, ഇനി നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലെ? ഇപ്പോ നിങ്ങൾക്ക് എവിടെയാണ്? നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? യു ആർ ഫ്രം? കൊച്ചി. കൊച്ചിയാണ്, എറണാകുളം. മതിലകം. അപ്പോ ഞാൻ പ്രപ്പോസിഷൻ ആണേലുണ്ടോ സ്ഥലത്തിന്റെ പേര് മാത്രമേ വരുന്നുള്ളൂ. പ്രപ്പോസിഷൻ പിന്നെ എറണാകുളം. യെസ്, ഇൻ എറണാകുളം. തൃശ്ശൂർ. ഐ ആം ഇൻ പാലക്കാട്. I am in കൊടുങ്ങല്ലൂർ. അപ്പോ ഞാൻ എന്താ പറയാ? ഹി ഈസ് ഇൻ അല്ലെങ്കിൽ ഷീ ഈസ് ഇൻ എറണാകുളം. ഓക്കെ, ഐ ആം ഇൻ എറണാകുളം. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. അത് കൺട്രി ആവാം, വില്ലേജ് ആവാം, സിറ്റി ആവാം, എനിത്തിങ്. നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയാം. അതിനെ ഒരിക്കലും മറക്കില്ല. മിസ് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഈ സ്മോൾ വില്ലേജുകളിലൊക്കെ നമ്മൾ അറ്റല്ലേ പറയാ? അച്ഛൻ ഞാൻ പറഞ്ഞുതരാം. അത് കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ വരട്ടെ കേട്ടോ, പറഞ്ഞുതരേ. ഇപ്പൊ പറഞ്ഞാല് കുറച്ച് കൺഫ്യൂഷൻ വരും. ഇപ്പൊ ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അച്ഛൻ പിന്നെ തമ്മിലുള്ള കൺഫ്യൂഷൻ ഞാൻ മാറ്റി തരാം, അത് പഠിക്കണ്ട. അതേപോലെ ഇന്നും മോളും തമ്മിലുള്ള കൺഫ്യൂഷൻ മാറ്റി തരാം. അടുത്തത് എൻക്ലോസ് സ്പേസ്. എന്താണ്? എന്റെ പോക്കറ്റില് എന്റെ പേന എന്റെ പോക്കറ്റിലാണ്. The pen is in my pocket. My pen in my pocket. മൈ പെൻ ഇൻ എ പോക്കറ്റ്. My The pen pen is in my pocket. my pen is in my pocket. എന്റെ പേൻ എന്റെ പോക്കറ്റിലാണ്. My pen is in my pocket. പോക്കറ്റ് എന്ന് പറയുന്നത് ഒരു എൻക്ലോസ്ഡ് സ്പേസ് ആണ്, ഒരു ചെറിയ ഒരു സ്പേസ് ആണ് അല്ലെ, ഉള്ളിൽ എന്നാണ് പറയാം. എന്റെ പേൻ എന്റെ പോക്കറ്റിനുള്ളിലാണ് ഏതൊരു മീനിങ്ങാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ my pen is in my pocket. ഓക്കെ, അപ്പൊ ആ രീതിയില് നമുക്ക് ഇന്നോടെ യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ആപ്പിൾ ഫ്രിഡ്ജിലാണ് എന്നെങ്ങനെയാ പറയാ? ആപ്പിൾ ഫ്രിഡ്ജിലാണ്. In the fridge. Apple is in the fridge. Apple in the fridge. The apple is in the fridge. അപ്പൊ പറയുമ്പോ ഇങ്ങനെ പറയണം, the apples are in the fridge. ഒരു ആപ്പിൾ മാത്രമായിരിക്കില്ല ഫ്രിഡ്ജില്, കുറച്ച് ആപ്പിൾ ഉണ്ടാവും അല്ലെ? അങ്ങനെ ഇല്ലെങ്കിൽ the apples are in the fridge. ആപ്പിൾ ഫ്രിഡ്ജിലാണ്. ഓക്കെ, apples are in the fridge. ഇനി ഞാൻ പറയാണ് നിങ്ങളോട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതൂ. ആൻസർ നിങ്ങളുടെ ബുക്കിൽ എഴുതൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാ പറയാ? Write it in the book. write in the answer. Write the answer. Write it in the book. The book. Write in Write the the answer in your book. സെന്റൻസ് മേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പ്രപ്പോസിഷനാണ്. സെന്റൻസിൽ നിങ്ങൾ ഓക്സിലറീസ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ആ ഒരു ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ആ ഒരു ടെൻഷൻ ആർക്കും വേണ്ട. ഓക്കെ, അപ്പോ റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ യുവർ ബുക്ക്. ബുക്കിനുള്ളിൽ ആൻസർ എഴുതാനാണ് ഞാൻ പറയുന്നത് അല്ലെ? ബുക്കിനുള്ളിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എപ്പോഴും മനസ്സിലാക്കുക, ശ്രദ്ധിച്ചിരിക്കണം ക്ലാസ്സിൽ. ബുക്കിനുള്ളിൽ ആൻസർ എഴുതൂ. ഞാൻ പറയുന്നത് ബുക്കിൽ എന്നാണ് അല്ലെ? ബുക്കിനുള്ളിൽ ഞാൻ പറയാറുണ്ട്. ആൻസേഴ്സ് നിങ്ങളുടെ ബുക്കിൽ എഴുതൂ എന്നാ പറയാം അല്ലെ? ബുക്കിൽ എന്ന് പറയുമ്പോൾ ബുക്കിനുള്ളിലാണല്ലോ അല്ലെ? അപ്പൊ ഇന്നാണ്. അതേപോലെ ആപ്പിൾ ഫ്രിഡ്ജിലുണ്ട്. ഫ്രിഡ്ജിൽ ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആപ്പിൾ ഫ്രിഡ്ജിനുള്ളിൽ ഉണ്ടെന്നല്ലേ? നമ്മൾ ഒരിക്കലും മലയാളം വ്യക്തമായിട്ട് പറയാറില്ല അല്ലെ? പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണല്ലോ, ഫ്രിഡ്ജിനുള്ളിൽ ആപ്പിൾ ഉണ്ട്. Apples are in the fridge. അതുപോലെ പേന പോക്കറ്റിലുണ്ട്. പോക്കറ്റിൽ ഉള്ളിലുണ്ട് എന്നാണ്, ഉള്ളിൽ ഒന്നും പറയാറില്ല. അത് നമ്മുടെ മലയാളത്തിന്റെ മിസ്റ്റേക്ക് ആണ്, നമ്മൾ പറയുന്നതിന്റെ മിസ്റ്റേക്ക് ആണ്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ എന്നൊരു മീനിങ് നമ്മൾ ഉണ്ടാവണം, മനസ്സിലാക്കണം. ഓക്കെ, അപ്പോ എന്റെ പേന എന്റെ പോക്കറ്റിലാണ്. Apples are in the fridge. Write the answers in your notebook. Okay. അപ്പൊ ഇത്രയും സ്ഥലങ്ങളുടെ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാം. പറഞ്ഞു, എൻക്ലോസ് സ്പേസ് പറഞ്ഞു
അല്ലെ? ഇത്രയും ഓപ്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ സീസണും പറയാം. ഓക്കെ, എന്താണ് ഐ വെയർ വൂളൻ ഡ്രസ് ഇൻ സമ്മർ. ഓക്കെ, ഞാൻ എന്താണ് സമ്മറിലാണ് ആ വൂളൻ ഡ്രസ് വെയർ ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത് സീസൺ ആണ് അല്ലെ? ഐ വെയർ വൂളൻ ഡ്രസ് ഇൻ സമ്മറിലല്ലോ, വിന്ററിലല്ലേ യൂസ് ചെയ്യാം. ഇൻ വിന്ററിലാണ്, ഇൻ വിന്റർ. ഓക്കെ, അപ്പൊ ഇൻ വിന്റർ ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് എനിക്ക് പറ്റും. സോ ക്ലിയർ ചെയ്യണം, പെട്ടെന്ന് വന്നു പോകുന്നതാണ്. ഓക്കെ, മനഃപൂർവ്വം അറിയാണ്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോ ഇൻ വിന്റർ അത് ഓക്കെ. പിന്നെന്താണ് സ്മോൾ വെഹിക്കിൾ. ഞാൻ കാറിലാണെന്ന് പറയില്ലേ, ഞാൻ കാറിലാണ്, ഹലോ ഞാൻ കാറിലാണെന്ന് ഇങ്ങനെ പറയാം. I am in the car. I'm in the car. I'm in the car. ചെറിയ വണ്ടിയാണോ നോക്കാം, നിൽക്കാനും നടക്കാനും പറ്റുന്നുണ്ടോ നോക്കാം. അങ്ങനെ നിൽക്കാനും നടക്കാനും പറ്റാത്ത വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതേപോലൊക്കെ എഴുതി വെക്കണം കേട്ടോ. സ്മോൾ വെഹിക്കിളിന് എഴുതി ഓക്കെ. കുറച്ചും കൂടി ക്ലിയർ ആവണമെങ്കിൽ ഇങ്ങനെ എഴുതണം, എനിക്ക് നടക്കാനും നിൽക്കാനും പറ്റാത്ത വണ്ടി വെഹിക്കിൾ ആണെങ്കിൽ അവിടെ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. അങ്ങനെ നോട്ട്ബുക്കിൽ എഴുതിയോണ്ട് നിങ്ങൾ ആരും കളിയാക്കൊന്നുമില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതുന്നതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാം. നിങ്ങളുടെ നോട്ട്ബുക്കാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാവണം. നമ്മുടെ എയിം എന്താണ്? ഇംഗ്ലീഷ് പഠിക്കണം അല്ലെ? അപ്പൊ ആ രീതിയിൽ അത് ഒരു ലക്ഷ്യം വെച്ചിട്ട് വേണം നമ്മൾ എന്ത് കാര്യവും ചെയ്യാൻ. ഓക്കെ, ഓക്കെ. ഇനി നിങ്ങൾ എല്ലാവരും ക്ലാസ്സിലാണ് എന്നെങ്ങനെയാ പറയാം? We are in the class. We all are in the class. ആണെങ്കിൽ ക്ലാസ് റൂം എന്ന് പറയാം. We are in the classroom. ക്ലാസ് റൂം അല്ലേ ശരിക്കും? അപ്പൊ ക്ലാസ് റൂമിലാണ്. അപ്പൊ മലയാളം നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഫ്രിഡ്ജിലാണ്, ആപ്പിൾ ഫ്രിഡ്ജിലുണ്ട് അല്ലെ? ഫ്രിഡ്ജിൽ ഉണ്ട്. പേന പോക്കറ്റിൽ ഉണ്ട്. സ്റ്റുഡൻസ് ക്ലാസ്സിലാണ്, ക്ലാസ്സിൽ ആണ്. ഓക്കെ, ആൻസേഴ്സ് ബുക്കിൽ എഴുതൂ. ഈ എന്ന് പറയുന്ന ഒരു സാധനം, ഈ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ നമ്മൾ മലയാളം കണക്ട് ചെയ്യാൻ പറ്റും. അത് നോക്കിയാൽ മതി. അതുമാതിരി എല്ലാം നിങ്ങൾ കണക്ട് ആവുന്നില്ല കേട്ടോ. അത് കുറച്ച് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ സെൻസ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ജനിച്ചത് ഏത് മാസമാണ്? May. In May. In September. I born In ഞാൻ July. മാർച്ചിലാണ് ജനിച്ചത്. I'm born in July. I am born in March. I am born in December. I born in September. ഇയർ കൂടെ പറയാൻ കൂടെ, അപ്പൊ അവിടെ മിസ്റ്റേക്ക് വരില്ല കേട്ടോ. നമുക്ക് ഇയർ യൂസ് ചെയ്യാം, മന്ത് യൂസ് ചെയ്യാം. ഐ എം ബോൺ ഇൻ ഡിസംബർ in 1999. അങ്ങനെ പറയാം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻ എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ ആണ്. ഇനി നിങ്ങൾ എപ്പോഴാ എണീക്കാം? രാവിലെ എപ്പോഴാ എണീക്കാം? I am wake up in 6. I wake up in the morning 6 o'clock. I wake up in the morning 5 o'clock. പറയണ്ടോ, ടൈമിനുള്ള പ്രപ്പോസിഷൻ അല്ല ഇത്. മോർണിംഗ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ്. ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. ഓക്കെ, ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്ന് പറയണം. ഓക്കെ, ഞാൻ വൈകുന്നേരം ജോഗിങ്ങിന് പോകുന്നു എങ്ങനെ പറയാം? I'm going to jogging in the evening. In the evening. Okay, in the evening. We go to jogging in the evening. In the evening. അപ്പോ പ്രപ്പോസിഷൻ ഇൻ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ? മനസ്സിലായോ? Okay, ma'am. Okay, ma'am. ഓക്കെ, അപ്പൊ ഉള്ളിൽ എന്നൊരു മീനിങ് ഉണ്ട്. പിന്നെ യൂസ് ചെയ്യേണ്ട കുറച്ച് റൂൾസ് എവിടേക്കാ വരാ? ഇപ്പൊ കൺട്രി ഇതൊക്കെ ഉള്ളിൽ എന്നല്ല പറയുന്നത് അല്ലെ? അത് കൺട്രിക്ക് മുന്നിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യണം, പ്ലേസിന് മുന്നിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യണം. പിന്നെ വെഹിക്കിള് അത് ഇന്ന് യൂസ് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് പറയാം, കാറിനുള്ളിലാണെന്ന് പറയാം. പക്ഷെ ബസ്സിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഇന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല.
അതുകൊണ്ടാണ് ഞാനിവിടെ സ്മോൾ വെഹിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഈ 3 ഇൻ പ്രോഡക്റ്റ് 3 പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇത് 3 തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പൊ ഈ 3 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഇൻ പ്രപ്പോസിഷൻ വെച്ചിട്ട് അവസാനിപ്പിക്കാം. ക്ലാസ് എങ്ങനെയുണ്ട്? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ് മാം, സൂപ്പർ ക്ലാസ്, ഇഷ്ടപ്പെട്ടു. ക്ലാസ് മാം, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാം. ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണ് അത് പറഞ്ഞത്. മനസ്സിലായി, കുഴപ്പമില്ല. ഓക്കെയാണ് മാം. തന്നെ മനസ്സിലാവുന്നുണ്ട് മാഡം, മനസ്സിലാവുന്നുണ്ട്. പറയുന്നതാണോ? അല്ല അല്ല, ഡെയിലി ക്ലാസ് എങ്ങനെയായിരിക്കും? എന്തോ ഡെയിലി ക്ലാസ് എങ്ങനെയായിരിക്കും? ഇൻട്രഡക്ഷൻ എങ്ങനെ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളതിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഡെയിലി ക്ലാസ് എങ്ങനെയായിരിക്കും? കാരണം ഇംഗ്ലീഷ് ക്ലാസ്സിൽ കുറെ കഴിയുമ്പോൾ പിള്ളേരൊന്നും ഉണ്ടാവില്ല, സ്റ്റുഡൻസ് ഒക്കെ ലീവായി പോകും, ലെഫ്റ്റ് ആയി പോകും. അപ്പൊ ക്ലാസ് ബോറിംഗ് എനിക്ക്. അപ്പൊ നിങ്ങൾ ഇതേപോലെ കട്ടകം കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് ഇങ്ങനെ തന്നെ ഉണ്ടാവും. എനിക്ക് ഇതുപോലെ പോകണ ഇഷ്ടം. എനിക്ക് ഇങ്ങനെ ഓക്കെയാണ് മാം. ഡെയിലി കാണോ നിങ്ങളെ? കാണോ? ഉണ്ടാവോ? ഉണ്ടാവും. അപ്പൊ ഓക്കെ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും മോശമായിട്ട് പറയാം. ഓക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ? അല്ലെ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ? അതെ അതെ. ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് നല്ലത് ക്ലാസ് എടുക്കുമ്പോൾ. അതും ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമ്പോൾ ഈ രീതിയാണ് നല്ലത്. അല്ലാതെ ടീച്ചേഴ്സ് സ്റ്റുഡന്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഇംഗ്ലീഷിനെ സംബന്ധിച്ചോളം കുറച്ച് ക്രിട്ടിക്കൽ ആണ്. ഓക്കെ, ഇനി ഈ പറയുന്ന പ്രപ്പോസിഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തുണ്ടെങ്കിലും ചോദിക്കാം. മിസ്റ്റേ അത് അവിടെയല്ലേ യൂസ് ചെയ്യാം, അത് അവിടെയല്ലേ യൂസ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. ചോദിക്കും ഉണ്ടോ? എന്തോ മിസ്റ്റേ, പാർക്ക് എന്ന് പറയുമ്പോൾ ഏത് പ്രപ്പോസിഷനാണ് വരുന്നത്? ഇൻ ദ പാർക്കാണോ ഓൺ ദ പാർക്കാണോ? എന്തോ പാർക്ക് വരുമ്പോ ഏത് പ്രപ്പോസിഷനെ യൂസ് ചെയ്യുന്നത്? പാർക്ക് ക്ലിയർ ആയില്ല. ആർക്ക് വരുമ്പോ ഏത് പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്? പാർക്ക് വരുമ്പോ നിങ്ങൾ അത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളിപ്പോ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് പറയാം. ഞാൻ പാർക്കിലാണെന്ന് പറയുമ്പോൾ ആറ്റും യൂസ് ചെയ്യാം. പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നെ യൂസ് ചെയ്യാം. ഗ്രൗണ്ട് വന്നപ്പോ ഓൺ ആയിരുന്നില്ലേ? അതെന്താ ഒരു വ്യത്യാസം? അത് ഞാൻ ഓൺ എടുക്കുമ്പോ പറഞ്ഞാൽ പോലെ. അതാ ഞാൻ പറയും, ഓൺ ആൻഡ് ഇൻ ഇത് 3 നമ്മൾ കണക്റ്റഡ് ആണ്. ഓക്കെ, ഭയങ്കര കണക്ഷൻ ഉണ്ട്. അങ്ങോട്ടങ്ങളൊക്കെ മാറിപ്പോകുന്ന ഒരു പ്രപ്പോസിഷൻ ആണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഡൗട്ട്. അടുത്ത ക്ലാസ് ഞാൻ എല്ലാം ക്ലിയർ ചെയ്യും. രണ്ടും ഓപ്പൺ ഏരിയ ആണല്ലോ, ഞാൻ ചോദിച്ചു. ഓപ്പൺ ഏരിയ മാത്രമല്ല, അത് വ്യത്യാസമുണ്ട്. ഞാൻ പറയാം, നമുക്ക് ഗ്രൗണ്ട് പാർക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓപ്പൺ ഏരിയ ആണ്, ഓക്കെ. അല്ലാതെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആ വേർഡ് സ്ഥലമാണ് പാർക്ക് എന്ന് പറഞ്ഞാൽ കളിക്കാൻ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയും പറയാമോ? അല്ലാതെ പാർക്ക് എന്ന് പറയുമ്പോ നമുക്ക് ഗ്രൗണ്ട് ആയിട്ട് ഫീൽ ചെയ്യും ഇല്ല അല്ലെ? ക്ലോസ്ഡ് ഏരിയ അല്ല, ഓപ്പൺ ആണ്. ഒരു പാർക്കിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓപ്പൺ ഏരിയ ആണ്, ഗ്രൗണ്ട് ഓപ്പൺ ഏരിയ ആണ്, കോമൺ ഏരിയ ആണ്. പക്ഷെ പാർക്കും ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്ന വേ വ്യത്യാസമില്ലേ അല്ലെ? വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ തിങ്കിങ് രീതി വെച്ചിട്ട് വേണം നമ്മൾ ഏത് പ്രപ്പോസിഷനും ആഡ് ചെയ്യാൻ. അതായത് ഞാൻ പാർക്കിലാണ് എന്ന് പറയുകയാണെങ്കിൽ അറ്റ് പറയാം. ഞാൻ പാർക്കിനുള്ളിൽ കളിക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് മലയാളത്തില് ആ രീതിയിൽ പ്രപ്പോസിഷൻ മാറും. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ 3 പ്രപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഈ കൺഫ്യൂഷൻ മാറും. അപ്പൊ ഒന്ന് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആർക്കും പ്രപ്പോസിഷൻ ഒക്കെ ഒന്നും മനസ്സിലായിട്ടില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഇതേപോലെ മനസ്സിലാവാത്ത പോർഷൻ ഉണ്ടെങ്കിൽ പറയണോട്ടോ, ഞാൻ കറക്റ്റ് എടുക്കാം. ഓക്കെ മാം. പിന്നെ പ്രപ്പോസിഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ടെൻസിൽ ഒരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ഈ പ്രപ്പോസിഷൻ ഒക്കെ വേണം. കാരണം പ്രപ്പോസിഷൻ ഒക്കെ ആഡ് ചെയ്ത് കറക്റ്റ് അല്ലെങ്കിൽ അവിടെ ഗ്രാമർ മിസ്റ്റേക്ക് ആയിട്ട് വരും. അതിനൊക്കെയാണ് ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഗ്രാമറിൽ പെടുന്ന സാധനങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ആണ് ഗ്രാമർ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ ഗ്രാമറിലാണ് ഈ പ്രപ്പോസിഷൻ ഒക്കെ വരാം.
ഒരു ടെൻസ് പറയുമ്പോൾ ടെൻസിന്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ 1 മണി മുതൽ ഞാൻ കുക്കിംഗ് ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ 1 മണി മുതൽ എന്ന് പറയുമ്പോൾ ഒരു പ്രൊപ്പോസിഷൻ ആവശ്യമുണ്ട്. ആ പ്രൊപ്പോസിഷൻ കറക്റ്റായിട്ട് ആഡ് ചെയ്തില്ലെങ്കിൽ ആ സെന്റൻസിന്റെ മീനിങ് തന്നെ മാറിപ്പോകും. അപ്പൊ പ്രൊപ്പോസിഷന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കണം. അത് പഠിക്കാതെ നിങ്ങൾ ടെൻസിലേക്ക് പോയിട്ട് കാര്യമില്ല. മിസ്റ്റേക്സ് എന്തായാലും വരും. ഓക്കെ, അപ്പൊ അതിലേക്ക് വെക്കും. നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഏകദേശം കഴിയാറായി. ടൈം പോയത് അറിഞ്ഞില്ല എന്ന് ടൈം പറയുമ്പോൾ അല്ല, വ്യത്യാസമുണ്ട്. സിൻസ് പറയുമ്പോ ഇയേഴ്സ് അല്ലട്ടോ പറയാ, അവിടെ വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞതാ, അത് കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനത്തെ ഡൗട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തല്ലോ. അടുത്ത ക്ലാസ്സിൽ കാണാം. കാരണം കുഴപ്പമൊന്നുമില്ലല്ലോ. ക്ലാസ് ഇനി എല്ലാവരും ജോയിൻ ചെയ്യോ? ഇംഗ്ലീഷ് നിങ്ങൾക്ക് വേണ്ടി പഠിക്കണമല്ലോ. ഇംഗ്ലീഷിനെ ഒരു എനിമിയായിട്ട് കാണണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഒരു ഐഡിയ പറഞ്ഞുതരാം, ട്രിക്ക് പറഞ്ഞുതരാം. നമ്മള് ഇംഗ്ലീഷിനെ ഒരുപാട് സ്നേഹിക്കാം, നന്നായിട്ട് സ്നേഹിക്കാം. ഓക്കെ, പക്ഷെ തിരിച്ച് സ്നേഹം പ്രതീക്ഷിക്കേണ്ട, അത് കിട്ടൂല. നന്നായിട്ട് കുറെ നാള് അതിന് കഷ്ടപ്പെട്ട് അതിന്റെ പുറകെ നടക്കാം. 3 മാസം 6 മാസം പുറകെ നടക്കണം, എന്നാലും നമ്മൾ തിരിച്ചൊന്ന് ഇഷ്ടപ്പെടുള്ളൂ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും. പിന്നെ ഒരിക്കലും നിങ്ങൾ വിട്ടു പോകില്ല. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ പറഞ്ഞ രീതി മനസ്സിലായല്ലോ. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക, എന്നാലും മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് കിട്ടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഇംഗ്ലീഷ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഒരു ക്ലാസ് കൊണ്ടോ ഒരു 3 മാസത്തെ ക്ലാസ് കൊണ്ടോ 6 മാസത്തെ ക്ലാസ് കൊണ്ടോ ഒരിക്കലും ഇംഗ്ലീഷ് കിട്ടില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താല് ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ ഒരു 3 മന്ത് കൊടുക്കാം. പഠിപ്പിക്കേണ്ടത് ഞാൻ ചെയ്യുന്നതാണ്, അത് എന്റെ കടമയാണ്, ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. എനിക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന നിങ്ങളുടെ പ്രൊഫൈൽ നെയിം കാണാം, പ്രൊഫൈൽ പിക്ചർ കാണാം, അത്രേ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ ഉണ്ട് ഇല്ല എന്ന് അറിയേണ്ടത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ്. അത് മാക്സിമം ക്ലാസ്സിൽ ചെയ്യാം. എന്തുണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഹാർഡ് വർക്ക് ചെയ്യാം. ഇന്ന് മുതൽ ഇംഗ്ലീഷ് പഠിക്കും, ഞാൻ പഠിച്ചിരിക്കും, എനിക്ക് അതിന്റെ വാശിയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ന്യൂ ഇയർ അല്ലേ ഒരു റെസൊല്യൂഷൻ എടുക്കും. ഓക്കെ, ആദ്യത്തെ പോവാം. ഞാനും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എടുക്കട്ടെ നിങ്ങളൊക്കെ അല്ലേ? അപ്പൊ പഠിക്കാൻ നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഇംഗ്ലീഷ് കിട്ടില്ല കേട്ടോ. അത് ഫസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യും. പെട്ടെന്ന് ഇംഗ്ലീഷ് കിട്ടില്ല. അക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ഓൾ. സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. Thank you. Thank you, Thank you, ma'am. Thank you, ma'am. Thank you, ma'am.